ഇപ്പം ഞാൻ എൻ്റെ ഒരു വിഷയത്തിലേക്ക് വരാം. ഞാൻ ആക്ച്വലി ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഉള്ള ഒരു ഇതാണ്, ഒരു സിംഗിൾ പേരൻറ്റിങ് എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോൾ പോലും ആ കുട്ടി ഇപ്പോൾ കൊല്ലത്താണ്, സജിനയുടെ ഉമ്മയുടെ വീട്ടിലാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഞങ്ങളെ രണ്ടുപേരുടെയും കുറവ് അവനൊരിക്കലും ഫീൽ ചെയ്യില്ല. ആ രീതിയിലാണ് ഞങ്ങൾ അതിനെ കൊണ്ടുപോകുന്നത്. ഒരിക്കലും അവൻ ആവശ്യപ്പെടുമ്പോഴൊക്കെയും നമ്മളവിടെ ഉണ്ട്. എല്ലാ വീക്കിലും ഞാൻ അവനൊരു 2 അതായത് എൻ്റെ വർക്കില്ലാത്ത സമയത്തൊക്കെ അവൻ്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. സജിനയും അതുപോലെ തന്നെ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. ഞങ്ങൾ ഒന്നിച്ച് പല സമയങ്ങളിലും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും അവൻ ആവശ്യപ്പെടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ അവൈലബിൾ ആണ്. അവന് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ എത്ര ബിസിയാനും സമയം മാറ്റി വെക്കാറുണ്ട്. സജിനയായാലും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ദൂരെ, ഇപ്പം ഞാൻ എറണാകുളത്താണുള്ളത്, ഇപ്പോൾ ഷൂട്ടുമായിട്ട് എറണാകുളത്ത് നിൽക്കുന്നത്. ഞാൻ ഇവിടുന്നായാലും വീഡിയോ കോളിലായാലും അവൻ്റെ കാര്യങ്ങൾ കേൾക്കാനും അതിനൊക്കെ സമയം കൊടുക്കുന്നു. കാരണം ഇവർക്ക് അവരുടെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇടപെടുക, അവർക്ക് ചെവി കൊടുക്കുക, ഇതൊരു പ്രധാന കാരണമാണ്. സമയം കൊടുക്കുക. ഈ സ്നേഹം കൊണ്ട് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ ഈ തലമുറയ്ക്ക്. അല്ലാതെ നമ്മൾ അവൻ അങ്ങനെ ആയിപ്പോയി, അവനൊരു കുറ്റക്കാരനായ ശേഷം വേറെ ഒന്നും തിരക്കുന്നില്ല. അവനെ അങ്ങ് കുറ്റക്കാരനെ മുദ്രകുത്തിപ്പെട്ട അവൻ എങ്ങനെ ആയി എന്നുള്ള അതിൻ്റെ റൂട്ട് കോസ് ഒന്നും മനസ്സിലാക്കാതെയാണ് അവനെ പഴിക്കുന്നത്. അതിന് എല്ലാവരും ഉത്തരവാദികളാണ്. നിങ്ങൾ ചുമ്മാ ടി വി എടുത്തിട്ട് നമ്മൾ ആരെയാണ് ഇപ്പോൾ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നത്? ടി വി എടുത്ത് നിങ്ങളൊരു നമ്മുടെ ഈ ഇവിടെ ഭരിക്കുന്ന ആൾക്കാരുടെ ഒരു നിയമസഭയിൽ ഒരു സംഭവം കണ്ടുപോക്ക്. അതിനകത്തൊരു നല്ല വാക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും ഒരുവൻ. അസഭ്യങ്ങൾ പറയുന്നതാണ്, കൂട്ടത്തല്ലുകളാണ്. ആരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്? അപ്പോൾ സമൂഹം മൊത്തത്തിൽ മാറിയിരിക്കണം. അപ്പോൾ എല്ലായിടത്തുനിന്നും അഴിച്ചുപണി വേണം. ഇവിടുത്തെ ഒരു കണ്ടീഷനിങ് ഉണ്ടല്ലോ ഇവിടുത്തെ, അത് മാറ്റിയിട്ട് അഴിച്ചുപണി തുടങ്ങണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം മകൻ 18 വയസ്സിനൊക്കെ ശേഷം ഫിറോസിനോട് ചോദിക്കുകയാണ്, ഒരു കുടുംബത്തിൻ്റെ ഒരു ഐഡിയൽ സെറ്റിംഗ് അച്ഛനമ്മ കുട്ടി എന്നുള്ളതാണല്ലോ. നിങ്ങൾ കാരണം എനിക്ക് അച്ഛനമ്മ കുട്ടി എന്നുള്ള ആ സോഷ്യൽ കൺസ്ട്രക്റ്റ് കിട്ടിയിട്ടില്ല, അതിന് നിങ്ങൾ കാരണക്കാരല്ലേ എൻ്റെ ബാല്യം നശിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായ ബോധ്യമുണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ അവൻ്റെ ബാല്യം നശിപ്പിക്കാത്ത രീതിയിലാണ്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഞാൻ നേരത്തെ കൂട്ടിച്ചേർത്ത കാര്യം അതാണ്. ഞങ്ങൾ അവൻ്റെ ബാല്യത്തെ നശിപ്പിക്കാത്ത രീതിയിലാണ് അവനുമായിട്ടുള്ള മിംഗ്ലിങ്. അവന് ശരിക്കും ഞങ്ങൾ കൂടെ ഉള്ളതിനേക്കാളും അവന് ഇപ്പോഴായിരിക്കും ഏറ്റവും സന്തോഷം. കാരണം അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ട്. അതാണല്ലോ പറഞ്ഞത്, ഞങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് അവൻ തന്നെയാണ്. മനസ്സിലായി? അപ്പോൾ അവൻ അങ്ങനെ ചോദിക്കേണ്ട ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നില്ല. നേരെ മറിച്ച് നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന 2 പേര് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ട് കാര്യങ്ങളിലേക്ക് പോവുകയും കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കുക, പിന്നെ കുട്ടികൾ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമാണ് കുട്ടിയെ കിട്ടുന്നത്. ആ ഒരു സംഭവം ഇവിടെ വരുന്നില്ല. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് പോലും ഇവിടെ പ്രസക്തിയില്ല. അങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും ഫിറോസിന്റെ മകൻ ചോദിക്കില്ല എന്നുള്ള വിശ്വാസമുണ്ട്. വിശ്വാസമല്ല, നമ്മൾ അങ്ങനെ ആക്കി കൊടുക്കും. നമ്മൾ ഒന്നും ഈ നാളെ എന്ത് സംഭവിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനാവില്ല. ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൂർണ്ണമായി മരിക്കുമെന്ന് ബോധ്യമുണ്ടായിട്ട് പോലും മരിക്കില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട് നാളെ ഞാൻ മരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ വാ തുറന്ന് സംസാരിക്കുന്ന ഇത്തരം ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്നതും. മകൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ മനസ്സിലാക്കി. ഇപ്പം പെട്ടെന്ന് കുട്ടികളുടെ പെട്ടെന്നല്ല അവർ ലഹരിയിലേക്ക് പോകുന്നത്, അതിനൊരു പല സ്റ്റേജുകളുണ്ട്. ഇപ്പം മകനെ കാണാതെ മകൻ്റെ സ്വഭാവ രൂപീകരണം മാറ്റം ഫിറോസ് ട്രാക്ക് ചെയ്യുക. ഞാൻ കാണാതിരിക്കുന്നില്ലല്ലോ, ഞാൻ കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ മകനെ ഞാൻ കാണാതിരിക്കുന്നത് എപ്പോഴെങ്കിലും പറഞ്ഞു? ഞാൻ മകനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പോലും ഞാൻ നേരെ അങ്ങോട്ടാണ്, കൊല്ലത്തേക്കാണ് പോകുന്നത്. അല്ല, പിതാവ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ വാർത്തകളിലേക്ക് രാസലഹരി ഒക്കെ വരുന്നു, ആകുലതയുണ്ട് ഒരു പിതാവ് എന്നുള്ള രീതിയിൽ. ആകുലത എന്ന് പറയാൻ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ അവർക്ക് വേണ്ട സമയം, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ. അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് ചെവി കൊടുക്കുക, അവരുടെ അടുത്ത് സ്നേഹമായി പെരുമാറുക. നമ്മുടെ ഈ പെരുമാറ്റമൊക്കെ ബ്രൂട്ടലായിട്ടൊക്കെ അവരുടെ അടുത്ത് പെരുമാറുക, അതൊക്കെ അവരുടെ മനസ്സിന് ലോലമായ ഒരു കാര്യമാണ് ഈ മനസ്സെന്ന് പറയുന്നത്. അത് സ്ക്രാച്ച് വീഴും. അത് കുട്ടികളെന്നല്ല, ഇച്ചിരി മുതിർന്ന ആൾക്കാരായാലും സ്ക്രാച്ച് വീഴും. മനസ്സിലായി? അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറുക, സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ മാക്സിമം അവർക്ക് സമയം സ്പെൻഡ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു ഏക ഉത്തരവെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നോക്കാതെയും കാണാതെയും ഇരുന്ന് എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നിയ പോലെ പോകും. പിന്നെ നമ്മൾ കൈയിട്ടടിച്ചിട്ട് കാര്യമില്ല. നമ്മളെ ഡ്യൂട്ടികൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് വരുന്ന കാര്യം. പിന്നെ അതും താണ്ടി പിന്നെ പോവുകയാണെങ്കിൽ വിധി എന്നേ പറയാനാണ്. അത് അത്രേ ഉള്ളൂ. നമുക്കെല്ലാം ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലല്ലോ. ഈ രാസലഹരി കുട്ടികളിൽ ഒരുപാട് പെരുകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. വളരെ എളുപ്പമാണിന്ന് അതിലേക്ക് എത്താൻ എന്നുള്ളത്. പണ്ട് കാലത്ത് പാക്ക് സിഗരറ്റ് എന്നുള്ളത് ഇന്ന് MDMAയും കൊക്കൈനും പെത്തഡിനും ഒക്കെയാണ് എന്നുള്ള രീതിയിലേക്കാണ് വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പേടിക്കേണ്ടതുണ്ടോ? 100% പേടിക്കേണ്ടതുണ്ട്. 100% പേടിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ ബീഡി, സിഗരറ്റ്,
പിന്നെ മദ്യം പോലെയുള്ള സാധനങ്ങളിൽ നിന്ന് MDMA കൊക്കൈൻ പോലെയുള്ള സാധനങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഇതിലും വലിയ മാരകമായിട്ടുള്ള സാധനം ഇനിയുണ്ട് വിദേശ രാജ്യങ്ങളിൽ. എനിക്ക് തോന്നുന്നു ഫാൽക്കെ അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു സാധനമുണ്ട്. ഇതെന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ വാമ്പയറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. അത് നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വരുന്ന വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ ബസ്സിൽ കൊണ്ട് തല വെച്ച് ഇടിച്ചിട്ട് ഗ്ലാസ് പൊട്ടിക്കുക, അവർ കംപ്ലീറ്റ് വാമ്പയറിനെ പോലെ ആവും. ആ കെമിക്കൽ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ, ആ ഡ്രഗ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാകും. ഈ MDMA വരെ എത്തി നിൽക്കുന്ന നമ്മുടെ സാഹചര്യത്തിൽ ഇനി അതും വരാം. അപ്പം ഇപ്പോഴേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇനിയെങ്കിലും നമ്മൾ ചെയ്യേണ്ട, കാരണം താമസിച്ചു എങ്കിലും അധികം താമസിച്ചിട്ടില്ല, ഇപ്പോഴെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരിക്കാതെ, ഇത് നമ്മുടെ നിയമപാലകരും പൊളിറ്റീഷ്യൻസും ചേർന്ന് ചെയ്യേണ്ട കാര്യമാണ്. നമ്മളെല്ലാം ഒത്തൊരുമയോടെ നിന്ന് ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ റൂട്ട് കോസസിനെ ബ്രേക്ക് ചെയ്യുക. ഇപ്പോഴും നമ്മൾ കാണുന്നത് ഒരു കാരിയർ, അതായത് ഒരു ഇത്ര രൂപയുടെ കഞ്ചാവുമായിട്ട് അല്ലെങ്കിൽ ഡ്രഗ്സുമായിട്ട് വരുന്ന ഒരുത്തരെ പിടിച്ചിട്ട് ഫോട്ടോയും കാണിച്ച് അവൻ്റെ ഭാവി നശിപ്പിച്ചിട്ട് ഇതാക്കുന്നത്. മനസ്സിലായി? അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുക. ഈ ഭാവി നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള ഇതാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം തന്നെ എനിക്ക് പറയാം. പുള്ളി ഒരു സ്ഥലത്ത് CA SHO ആയിട്ടിരിക്കുന്ന ആളാണ്. പുള്ളി അടുത്തിടയ്ക്കൊരു പയ്യനെ കഞ്ചാവിൻ്റെ ഇതിൽ പിടിച്ചിരുന്നു. അപ്പോൾ പത്രക്കാരൊക്കെ ഫോട്ടോ എടുക്കും, സ്വാഭാവികം അങ്ങനെയാണല്ലോ. പുള്ളി ആ ഫോട്ടോ കൊടുത്തില്ല. പുള്ളി അവന് വേണ്ട ശിക്ഷകളൊക്കെ കൊടുത്തെങ്കിലും ഫോട്ടോ കൊടുത്തില്ല. അപ്പോൾ ഞാനത് ചോദിച്ചു. അപ്പോൾ പുള്ളി ഇതുപോലെ തന്നെ ഇങ്ങനെ പലരെയും പിടിച്ചാലും ഫോട്ടോ കൊടുക്കില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അവനൊരു പഠിക്കുന്ന പയ്യനാണ്. ഇപ്പോൾ ഞാൻ പിടിച്ചിട്ട് അവൻ്റെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേരുമൊക്കെ അതിൽ വരും, നല്ല ഇതായിട്ട് തന്നെ വരും, അതൊക്കെ പ്രൗഡാണ്. പക്ഷേ അവൻ്റെ ഫ്യൂച്ചർ അതോടെ പോകും. അവന് ലോകം മുദ്ര കുത്തും. അവന് തിരുത്താനുള്ളൊരു അവസരം കൂടി കൊടുക്കണം. അവന് ചെയ്തതിന് ശിക്ഷ കൊടുക്കും. പക്ഷേ ഇങ്ങനെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം പിന്നെ അവൻ ആ കണ്ണിലേ കാണും. അവന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം കൊടുക്കത്തില്ല. അങ്ങനെ പുള്ളി അങ്ങനെ പറഞ്ഞ് ഇതാക്കിയിട്ട് എത്രയോ പേര് പിന്നീട് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. മനസ്സിലായി? അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെ കൂടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. മൾട്ടിപ്പിൾ ടൈമിൽ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ കാണാം, ഫോട്ടോ കൊടുക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ആദ്യമായിട്ടോ അല്ലെങ്കിൽ പോട്ടെ രണ്ടാമതായിട്ടോ പിടിച്ച ഒരുത്തൻ്റെ ഫോട്ടോ കൊടുത്തതിൻ്റെ ഭാവി നശിപ്പിക്കലല്ല വേണ്ടത്. അതും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ പോലും നമ്മൾ ഇവിടെ ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന കോലാഹലങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിയാൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവനെയും ചെറിയ ചെറിയ ക്യാരിയേഴ്സിനെയാണ് എടുത്ത് ഫോട്ടോ ആയിട്ട് കാണിക്കുന്നത്. ഇതിൻ്റെ റൂട്ട് കോസസിലെ വലിയ വലിയ മാഫിയകൾ ഇപ്പോഴും കാണിക്കുന്നില്ല, ഇല്ലേ? പ്രൊഡക്ഷൻ യൂണിറ്റ് നിങ്ങൾ മനസ്സിലാക്കണം, 25,000 കോടി രൂപയുടെ ഡ്രഗ്സാണ് എവറി ഇയർ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 25,000 കോടി രൂപയുടെ. അപ്പോൾ എന്തുമാത്രം ഒരു ബെൽറ്റായിരിക്കും അത്? അതിലെവിടെ നിൽക്കുന്നവരാണ് ഈ പിടിക്കുന്നത്? ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബ്രില്യൻറ്റ് ഫോഴ്സാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് ഫോഴ്സ്. അവർ ചോദിച്ചാൽ നടക്കില്ലേ? ഇവിടുത്തെ നിയമപാലകർ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് വേണമെന്ന് വെച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് ഇവർക്കുള്ള അനുമതി കൊടുക്കണം. പോലീസുകാർക്ക് അതിൻ്റെ അനുമതി കൊടുക്കണ്ടേ? അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയം, ഒരുപക്ഷെ രാഷ്ട്രീയക്കാർക്ക് അവരുമായിട്ട് സ്വാധീനം ഉണ്ടാകാം. ഒരു സിനിമ കഥ പറഞ്ഞതുപോലെ, ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു ഡ്രഗ് മാഫിയയാണ് ഒരു പൊളിറ്റിക്സ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കണ്ടേ, ഇത്രയും ഓരോ ഇലക്ഷൻ വരുമ്പോൾ ഇത്രയും കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഫണ്ടേഴ്സ് ഉണ്ടാകും? നമ്മൾ ചിന്തിച്ച് പോവുകയാണത്. കാരണം ഇങ്ങനെ ഈ ഒരു ലോകം ആയതുകൊണ്ട് തന്നെ. നാരായണിയുടെ ആൺമക്കളിനെ പറ്റിയിട്ടും, നാരായണയുടെ ആൺമക്കൾ ആക്ച്വലി ഞാൻ കണ്ടില്ല. പക്ഷെ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട്. അതായത് ഒരു സഹോദരനും സഹോദരിയും കസിൻസ് ആണ്. വളരെ മോശമാണ് അത്. അങ്ങനെ ഒരു കോണ്ടന്റ് വന്നാൽ പ്രശ്നമാണ്, അത് വികലാണെന്ന് പറയാനുള്ള കാര്യം. അങ്ങനെ ഒരു കോണ്ടന്റിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെ ഒരു സിനിമ പറയരുത്? എന്തിനാണ് അങ്ങനെ ഒരു സാധനം, ഇത് മനസ്സിൻ്റെ ഏഴയില്ലാത്ത പോലും ഐഡിയ ഇല്ലാത്തവർക്ക് ഐഡിയ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനൊരു സാധനം പറയുന്നത്? വേറെ എന്തെല്ലാം കഥകൾ പറയാം? എത്ര പുണ്യമായ കാര്യമാണ് ഒരു സഹോദരനും സഹോദരി എന്നുള്ളത്, സഹോദരങ്ങളെന്നുള്ളത്, അമ്മയും അച്ഛനും എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ കോൺസെപ്റ്റിനെ തന്നെ മാറ്റി അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ആ ചിന്തിച്ചവൻ്റെ തലക്കിട്ടല്ലേ അടി കൊടുക്കേണ്ടത്? അങ്ങനെ ചിന്തിക്കണ്ട, അങ്ങനത്തെ കഥ പറയണ്ട. അങ്ങനത്തെ കഥ പറഞ്ഞാലേ ഇതിൽ ഈ മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ ബന്ധം അത് ശരിക്കും ഇപ്പൊ അമ്മയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതും ബ്രദറും സിസ്റ്ററും അല്ലേ? ആണ്. ഇരട്ടത്താപ്പല്ലേ? അല്ല, അങ്ങനെയല്ല. മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ എന്ന് പറയുന്നത് കസ്റ്റംസ് പണ്ട് മുതൽ ഇവിടെ ഉണ്ട്. ഓക്കെ, അത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് മാറ്റി തന്നെ നിർത്തണം. പക്ഷേ ഒരു സ്വന്തം ഓൺ ബ്ലഡിൽ പിറന്ന ഒരു 2 മക്കൾ, അല്ലെങ്കിൽ അച്ഛനമ്മ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, അതിൻ്റെ ഡെപ്ത് വളരെ വലുതാണ്. കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അത് അങ്ങനെയാണ് ആ ഡെപ്ത്. കാരണം എനിക്ക് സഹോദരങ്ങളുള്ളതാണ്.